നമസ്കാരം, ബസീറ ചാനലിലേക്ക് സ്വാഗതം. പല കറികൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പുളി. ടാമറിൻഡസ് ഇൻഡിക്ക അല്ലെങ്കിൽ വാളംപുളി വർഷങ്ങളായി ഇന്ത്യയിൽ കണ്ടുവരുന്നൊരു മരമാണ്. പക്ഷേ ഒറിജിനലി ഇതൊരു ആഫ്രിക്കൻ മരമാണ്. മഴ കുറവുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറച്ചധികം പുളിയുണ്ടെങ്കിൽ വീട്ടിൽ എങ്ങനെ ഇത് പ്രിസർവ് ചെയ്യാം. ആദ്യം തന്നെ നല്ല പുളി സെലക്ട് ചെയ്ത് അതിൻ്റെ തൊണ്ട് കളയാൻ. ഇവിടത്തെ അമ്മ, അതായത് അമ്മുക്കുട്ടി കാണിച്ചു തന്ന രീതിയാണ്. ഈ രീതിയിൽ ചെയ്താൽ ഷെൽഫ് ലൈഫും കൂട്ടാം, ഫ്ലേവറും മെയിൻറ്റെയിൻ ചെയ്യാം. തൊണ്ട് കളഞ്ഞതിന് ശേഷം വെയിലത്ത് വയ്ക്കുക. ഒട്ടാത്ത പാകം വരെ ഉണക്കണം. 5-6 ദിവസം പിടിക്കും. ഇനി പുളിയുടെ ഞരമ്പും കളയാം. കായ കുത്തിയും കളയാം. നനവില്ലാണ്ട് നോക്കണം. വീണ്ടും 8-10 ദിവസം നല്ല വെയിലത്ത് ഉണക്കാൻ വയ്ക്കുക, മോയ്സ്ചർ പോയി കിട്ടാൻ. ഈ പ്രോസസ്സിൽ സൂര്യപ്രകാശവും ഉപ്പുമാണ് പ്രിസർവേഷന് സഹായിക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് കല്ലുപ്പ് ഇട്ടതിന് ശേഷം പുളി കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ എടുത്ത് ഉരുളകളാക്കാം, ഉണ്ട പിടിക്കാം. പരത്തിയെടുക്കണമെങ്കിൽ പരത്തിയെടുക്കാം. കല്ലുപ്പിലേക്ക് ഇട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കണം. ചുറ്റും ഒന്ന് ഉപ്പ് അമർത്തി പിടിപ്പിക്കുക. ഉപ്പ് ഡീഹൈഡ്രേറ്റ് ചെയ്തോളും. പുളിക്കും പ്രിസർവിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഉപ്പും കൂടി ചേർത്താൽ ഷെൽഫ് ലൈഫ് കൂടും. കഴുകി ഉണക്കിയ ഭരണിയിലോ വേറെ കണ്ടെയ്നറിലേക്കോ പകർത്തി വയ്ക്കാം. ഭരണി അടച്ചതിന് ശേഷം ഒരു തുണി വെച്ച് കെട്ടിവെക്കുക. ഡേറ്റ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. പഴയത് ആദ്യം എടുക്കാമല്ലോ. ഇത് കഴിഞ്ഞ വർഷത്തെ പുളിയാണ്. കുറച്ച് ഉപ്പ് തരികളൊക്കെ കാണാം. ഇത് 2 വർഷം മുമ്പുള്ള പുളിയാണ്. അന്ന് ഇങ്ങനെ തന്നെ എടുത്തു വെച്ചതാണ്. ഇതിൽ ഉപ്പ് തരികളൊന്നും കാണാനില്ല. പഴകും തോറും കൂടുതൽ കറുപ്പാവും, പിന്നെ കുറേയും കൂടി സോഫ്റ്റാവും. ആവശ്യാനുസരണം എടുക്കാനായി വേറെ ഒരു കുപ്പിയിലേക്ക് ചെറിയ ഉണ്ടകളാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലേവറിനൊരു മാറ്റവും ഒരു കേടുമില്ല. വെൽ പ്രിസർവ്ഡ്. ഈ കറുത്ത പുളി വെച്ച് ഉണ്ടാക്കിയാൽ പുളിയിഞ്ചിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ വീട്ടിൽ സൂക്ഷിക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.